പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനാണ് ഇന്ന് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് ഓർമ്മയില്ല. ഇങ്ങനെ എന്താണ് ഫോഴ്സ്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ പഠിച്ചത്. ഫോഴ്സ് എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? ഒരു വസ്തുവിൻ്റെ പിണ്ഡത്തെ അഥവാ മാസിനെ അതിൻ്റെ ആക്സിലറേഷൻ കൊണ്ട്, ത്വരണം കൊണ്ട് ഗുണിച്ചാൽ അത് എത്ര ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ടായി നമുക്ക് കിട്ടും. മനസ്സിലായേ? അപ്പം അതിൽ കേടെ വില ഒരു ന്യൂട്ടനായിട്ട് നമ്മൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ മാസിന് 1 കിലോഗ്രാമും ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കുകയാണെങ്കിൽ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് മാസ് കിലോയിൽ കണക്കാക്കണം, വേഗത മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലും കണക്കാക്കണം. കിലോമീറ്ററൊന്നും പറ്റില്ല എന്ന കാര്യം ഓർക്കണം. അതുപോലെ തന്നെ ഗ്രാമൊന്നും പോരാ, കിലോഗ്രാമിൽ തന്നെ കണക്ക് ചെയ്യണം എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കണം. അത് നിങ്ങൾ പ്രൊപ്പോർഷൻ്റെ ക്ലാസ് ശരിക്കും കാണണമെങ്കിൽ നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി നിങ്ങൾ തന്നെ ഒരു ചോദ്യം ചോദിച്ചു, വെലോസിറ്റി ഉണ്ടെന്ന ആക്സിലറേഷൻ നിങ്ങൾക്ക് മനസ്സിലായി, ആക്സിലറേഷൻ ഉണ്ടാക്കുന്നത് ഫോഴ്സാണെന്ന് മനസ്സിലായി. നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, ആക്സിലറേഷൻ ഫോഴ്സ് ആരുണ്ടാക്കണത്? ഫോഴ്സ് ഉണ്ടാക്കുന്നത് ശക്തി അഥവാ എനർജി, വർക്ക് അല്ലേ? ഒരാൾ ഫോഴ്സ് ചെയ്യുമ്പോൾ വർക്ക് നടക്കും അല്ലേ? ഒരാൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു വർക്ക് നടക്കും ഇല്ലേ? ഒരാളെ വിളിച്ചിട്ട് നമ്മളൊരു തള്ളുകൊണ്ട് ചിന്തിച്ചു, അപ്പം എന്താ സംഭവിക്കുക? അയാൾ പണിയെടുത്തു അല്ലേ? ഒരു കൂലിക്ക് ആളെ വിളിച്ചിട്ട് നമ്മൾ ഒരു തള്ളുവണ്ടി ഉന്തിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് നമ്മുടെ കുറേ സാധനം എത്തിച്ച് ആണെങ്കിൽ നമ്മൾ ഈ വണ്ടി ഉണ്ടി ആൾക്ക് എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണം. എന്തിനാ പൈസ കൊടുക്കണത്? അയാൾ ജോലി ചെയ്തു, വർക്ക് ഡൺ. മനസ്സിലായേ? എന്താ ആൾ ചെയ്ത? വർക്ക് ഡൺ എന്ന് വെച്ചാൽ വർക്ക് ഡൺ ചെയ്ത്, അതായത് ജോലി ചെയ്തു എന്ന് പറഞ്ഞു. വർക്ക് ഡൺ അയാളുടെ ഭാഗത്തുനിന്ന് വർക്ക് ഡൺ ഉണ്ടായി, അതുകൊണ്ട് കൂലി എടുക്കണം. വർക്ക് ഡൺ എന്ന് വെച്ചാൽ അയാൾ ഫോഴ്സ് ചെയ്തപ്പോൾ അയാൾക്ക് എന്ത് നഷ്ടം വന്നു? അയാൾ എനർജി നഷ്ടം പറഞ്ഞു. അപ്പോൾ ജോലി ചെയ്യാന്ന് വെച്ചാൽ എനർജി നഷ്ടപ്പെടുത്തുക എന്നാണ് അർത്ഥം അല്ലേ? അതിൽ നമ്മൾ എന്തിനാണ് കൂലി കൊടുക്കുന്നത്? അയാളെ എനർജി നഷ്ടപ്പെടുത്തിയാണ്. ഞാൻ എനർജി ഉണ്ടാവണം, അയാൾക്ക് വീണ്ടും ഭക്ഷണം കഴിക്കണം, അതിന് കൂലി കൊടുക്കണ്ടേ? അപ്പോൾ ഫോഴ്സ് ഉണ്ടാക്കുന്നത് എന്താണ്? എനർജിയാണ് അല്ലേ? എനർജി എന്താ ഉണ്ടാക്കണം നമുക്കറിയാം ഇല്ലേ? ഭക്ഷണമാണ് ഒരു വ്യക്തിക്ക് എനർജി ഉണ്ടാക്കുന്നത്. പക്ഷെ ഫോഴ്സ് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് നമുക്ക് മനസ്സിലായി? എനർജി വേണം. അപ്പോൾ ഫോഴ്സും എനർജിയും തമ്മിൽ എന്തുണ്ട്? ഒരു കണക്ഷൻ ഉണ്ട്. ഈ എനർജി ഉണ്ടെങ്കിലേ ഫോഴ്സ് ഉണ്ടാവൂ അല്ലേ? അപ്പോൾ എനർജി നമുക്ക് കാണാൻ പറ്റൂ. അപ്പം ഞാൻ നല്ല തടിയുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് എനർജി ഉണ്ടാകാൻ പറ്റും. ഒന്ന് തള്ളാൻ വിളിച്ചാൽ അയ്യോ എനിക്കാ വയ്യാന്ന് പറഞ്ഞാലേ അതിൻ്റെ അർത്ഥം എന്താ? എനർജി ഇല്ല. അപ്പോൾ എനർജി എന്നുള്ളത് എന്താണ്? നമുക്ക് കാണാൻ പറ്റൂ എനർജി ഉണ്ടോന്നില്ലേന്ന്. നിങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇത് കണ്ടു, ഡാമിൻ്റെ ഹൈ കണ്ടോ? എന്താ ചെയ്യുക? വളരെ ഉയരത്തിൽ വെള്ളം കെട്ടി നിർത്തും അല്ലേ? അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് കെട്ടി നിർത്തിയ വെള്ളത്തിന്, വളരെ മുകളിൽ കെട്ടി നിർത്തിയ വെള്ളത്തിന് എന്തുണ്ട്? അതിൽ എനർജി ഉണ്ട്. അതുകൊണ്ടാണ് താഴേക്ക് പതിപ്പിക്കുമ്പോൾ ഇതിനെ ടർബൈനെ കറക്കാൻ പറ്റുന്നതും എന്ത് ചെയ്യുന്നതും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും. ഉയരത്തിൽ കെട്ടി നിർത്തിയ വെള്ളത്തെ വളരെ അടിയിലുള്ള ടർബൈനിലേക്ക് കടത്തി വിടുമ്പോൾ, താഴേക്ക് വിടുമ്പോൾ അത് എന്തുണ്ടാവും? ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പൊ അങ്ങനെ ഫോഴ്സ് ചെലുത്തണമെങ്കിൽ എനർജി വേണ്ടേ? അപ്പൊ എനർജി കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. കെട്ടിയ എനർജി കാണാൻ പറ്റില്ല. അപ്പൊ കാണാൻ പറ്റും, പക്ഷെ എനർജി എങ്ങനെയാ അളക്കുക? അത് നമ്മുടെ മുന്നിൽ ചോദ്യം വന്നു, ഹൗ ടു മെഷർ ദി എനർജി. നമുക്കത് വിസിബിളായിട്ട് കാണാൻ പറ്റണില്ല സാധനം അല്ലേ? അപ്പൊ എനിക്ക് എനർജി ഉണ്ടെന്ന് കാണാൻ പറ്റുമോ? എനർജി ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഞാൻ പണിയെടുക്കണ കണ്ടാ അറിയാം ആൾക്ക് എനർജി ഉണ്ട് അല്ലേ? വെള്ളത്തിന് എനർജി കിട്ടണമെങ്കിൽ അതിന് എനർജി വേറെ ആൾ കൊടുത്തിരിക്കണം. നമുക്ക് തരുന്ന അതേ ആൾ തന്നെയാണ് ഈ വെള്ളത്തിനും എനർജി കൊടുക്കുന്നത് കേട്ടോ. അത് നമുക്ക് അറിയില്ല, ഞാൻ പറഞ്ഞുതരാം പിന്നീട് എപ്പോഴെങ്കിലും. ഇപ്പൊ നമ്മൾ ഫിസിക്സ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല എന്ന് മാത്രം. ആ വെള്ളത്തിന് അപ്പോൾ വളരെ മുകളിൽ കെട്ടി നിർത്തിയ വെള്ളത്തിന് എനർജി ഉണ്ടെന്ന് സത്യമാണ്.
കാരണം എന്താണ്? അതിന് പണിയെടുക്കാൻ പറ്റും, ചക്രത്തെ തിരിക്കാൻ പറ്റും, ചക്രത്തെ തിരിച്ച് കറണ്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? അപ്പൊ അതിന് ഫോഴ്സ് ചെലുത്താൻ പറ്റുന്ന അർത്ഥം. തിരിക്കണമെങ്കിൽ ഫോഴ്സ് അപ്ലൈ ഉണ്ട്, വെറുതെ തിരിയുന്നില്ലേ? അപ്പൊ വെള്ളത്തിന് ഫോഴ്സ് എന്തുകൊണ്ടർത്ഥം? ഫോഴ്സ് ചെലുത്താൻ പറ്റുമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിന് എനർജി ഉണ്ട്. പക്ഷെ എനർജി കാണാൻ പറ്റൂ? ഇല്ലതാണ്. പക്ഷെ നമുക്ക് എനർജി അളക്കണം. ഹൗ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് എനർജി അളക്കുന്നത്? നമുക്കറിയാം എന്തൊരു ഇപ്പൊ നീളം അളക്കണമെങ്കിൽ വേറെ ചെറിയ അറിയുന്നൊരു നീളം വെച്ച് ഇങ്ങനെ അല്ലേ അളക്കാം. ഈ ബോർഡിന്റെ ഇവിടെ തൊട്ട് അവിടെ വരെ എത്ര നീളം എന്ന് അറിയണമെങ്കിൽ അപ്പൊ എനിക്ക് അറിയുന്ന ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ, സ്കെയിൽ ഒരു അടിയാണ്, ഇത് എത്ര വട്ടം വെക്കണം എന്ന് നോക്കുക. 6 പ്രാവശ്യം വെക്കണമെങ്കിൽ 6 അടി എന്ന് പറയും, 5 പ്രാവശ്യം വെക്കാൻ 5 അടി എന്ന് പറയും, അളക്കാം. അപ്പൊ അളക്കണമെങ്കിൽ അറിയുന്ന ഒരു അളവായ ഒരു യൂണിറ്റ് വേണം. എനർജി കാണാനില്ല. കെട്ടി നിർത്തിയ ഒരു ഡാമിലെ വെള്ളത്തിന്റെ എനർജി ഉണ്ടെന്ന് അറിയാം, പക്ഷെ കാണാനുണ്ട്. നമുക്ക് എനർജി കാണാനൊന്നും പറ്റില്ലേ. പക്ഷെ അതെങ്ങനെ അളക്കും? അതാണ് നമ്മുടെ മുന്നിൽ ചോദ്യം. അപ്പൊ നമുക്ക് ചൂട് എങ്ങനെ അളക്കുക? ചൂട് എങ്ങനെ അളക്കുക? തെർമോമീറ്റർ. നിങ്ങൾക്ക് പനിയുണ്ട്, നിങ്ങൾക്ക് പനി വന്നിട്ടുണ്ട് ഉണ്ടാവും. അപ്പൊ പനി വരുമ്പോൾ നിങ്ങൾ ഡോക്ടറെ പോയിട്ടുണ്ടോ? നിങ്ങൾ പനി എങ്ങനെയാണ് ഡോക്ടറെ അളക്കുക? കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വായയിൽ തെർമോമീറ്റർ വയ്ക്കും, അല്ലേ? ആ തെർമോമീറ്റർ വെച്ചിട്ട് എന്തുണ്ടാവും? തെർമോമീറ്ററിൽ ചൂട് നോക്കിയിട്ടാണ് അളക്കല്ല. തെർമോമീറ്ററിൽ എന്തുണ്ട്? രസമുണ്ട്. ചൂടിനനുസരിച്ച് അതിൻ്റെ ഇത് നീങ്ങും. എന്ത്? ചൂട് കൂടുന്നതിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യും, വികസിക്കും. എന്ത്? മെർക്കുറി. അപ്പൊ ചൂട് കൂടുന്തോറും മെർക്കുറി അതിന്റെ നീളം കൂടി കൂടി വരും. അപ്പോ 100 ഡിഗ്രി ചൂട്, 100 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടുണ്ടെങ്കിൽ എത്രയാണ് അതിൽ കാണിക്കുക? 100. അതിന്റെ പകുതിയുള്ള നീളമുള്ള വെച്ചാൽ 50. അപ്പൊ മെർക്കുറിയുടെ അളവ് നോട്ട് ആണ് എന്തുണ്ടാവുക? 1 ഡിഗ്രി ലെങ്ത്തിലാണ് അതിന്റെ മാർക്ക് ലെങ്ത്തിലാണ് അതിന്റെ മെർക്കുറി എങ്കിൽ 1 ഡിഗ്രി ചൂട് നിറയ്ക്കും. 2 ഡിഗ്രിയെ സൂചിപ്പിക്കുന്ന ലെങ്ത്തിലാണ് ഇപ്പൊ നിങ്ങളുടെ വയ്ക്കുമ്പോൾ 2 ഡിഗ്രി ചൂടെന്ന് വിചാരിക്കും. നിങ്ങൾ വെച്ചപ്പോ 35 സെന്റിഗ്രേഡ് ചൂട് കാണിക്കുന്ന ലെങ്ത്തിലുള്ള മെർക്കുറിയിലെ ലെങ്ത്താണ് കാണിക്കുന്നെങ്കിൽ എന്തുണ്ടാവും? 30 ഡിഗ്രി എന്ന് പറയും. അപ്പൊ ലെങ്ത് നോക്കിയിട്ടാണ് എന്ത് പറയുക? കാരണം ചൂടിനനുസരിച്ച് മെർക്കുറിയുടെ എക്സ്പാൻഡ് ചെയ്യും, വികാസം സംഭവിക്കും. അപ്പൊ മെർക്കുറിയുടെ വികാസം നോക്കിയിട്ടാണ് എന്ത് കണ്ടുപിടിക്കാൻ നമ്മൾ? കൂടുതൽ ചൂടുണ്ടെങ്കിൽ കൂടുതൽ വികസിക്കും, കുറവ് ചൂടുണ്ടെങ്കിൽ കുറവ് വികസിക്കും. അപ്പൊ ചൂട് നോക്കിയിട്ടല്ല നമ്മൾ എന്ത് അളക്കണത്? ഈ മെർക്കുറിയുടെ വികാസം നോക്കിയിട്ട് ചൂടിനെ നമ്മൾ അളക്കുന്നത്. അല്ലാതെ കാണാൻ പറ്റാത്ത നമുക്ക് അങ്ങനെ അളക്കാൻ, ചൂട് വെച്ച് ഇങ്ങനെ പൊന്തിച്ച് വെച്ച് അളക്കാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റൊരു മെത്തേഡ് അപ്ലൈ ചെയ്യും. ഇതേപോലെ തന്നെയാണ് നമ്മൾ എനർജി അളക്കുക. കാരണം എനർജിക്ക് അനുസരിച്ചുള്ള ഫോഴ്സ് ഉണ്ടാവുക. അപ്പൊ ഫോഴ്സ് എത്ര ഇത് അത് ഇപ്പൊ നോക്കാം. ഈ സാധനം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് ഈ സാധനം എനിക്ക് ഏകദേശം 1 കിലോമീറ്റർ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുക. എത്ര കിലോമീറ്റർ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കുറച്ച് ഫോഴ്സ് നമ്മൾ 1 കിലോമീറ്റർ എത്തുന്ന വരെ അപ്ലൈ ചെയ്യണം, അല്ലേ? അപ്പൊ എനിക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടാവും, ഇല്ലേ? ആ ക്ഷീണം നോക്കിയിട്ട് നമുക്ക് എന്തോരം എനർജി ഉണ്ടെന്ന് അറിയാം. ഇനി ഇത് 2 കിലോമീറ്റർ കൊണ്ടുപോകണമെങ്കിൽ ഇതേ എനർജി മതിയോ? ഇരട്ടി വേണം. ഇത് 10 കിലോമീറ്റർ കൊണ്ടെങ്കിൽ 10 ഇരട്ടി വേണം, അല്ലേ? അപ്പൊ നമ്മൾ കുറച്ച് ദൂരം കുറച്ച് എനർജി മതി. അപ്പോൾ ഒരു തള്ളുവണ്ടി സങ്കല്പിക്കുക. അതില് സാമാനങ്ങൾ അരിച്ചാക്കൾ നിറച്ചു. ഒരു തള്ളുവണ്ടിയിൽ അരിച്ചാക്കൾ നിറച്ചു. മാർക്കറ്റിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ കൊണ്ടുവരുന്ന വെച്ചാലുള്ള ഫോഴ്സ് മതിയോ? അത് 6 കിലോമീറ്റർ കൊണ്ടുപോകാൻ ഇരട്ടി ഫോഴ്സ് വേണം, അല്ലേ? അപ്പൊ എന്താണ്? അപ്പൊ കൂടുതൽ എനർജി വേണം, അല്ലേ? അപ്പൊ നമുക്ക് അതൊരു ഈ ഒരു 50 കിലോമീറ്റർ കൊണ്ടുപോകാനാ അത് അത്രയും ഇരട്ടി പോകണം. അപ്പൊ ദൂരം കൂടും തോറും എന്ത് വേണം? എനർജി കൂടുതൽ വേണം, അല്ലേ? നമ്മൾ നടക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു 5 കിലോമീറ്റർ നടക്കുന്ന എനർജി പോരാ 10 കിലോമീറ്റർ നടക്കാൻ. അപ്പൊ ദൂരം കൂടും തോറും എന്ത് വേണം? എനർജി കൂടുതൽ വേണം എന്ന് മനസ്സിലായി, അല്ലേ?
അപ്പോ അതുപോലെ അപ്പൊ നമ്മൾ ദൂരം കൂടുക അനുസരിച്ച് എനർജി കൂടുതൽ വേണ്ടു. അപ്പൊ അത് മാത്രല്ല, നമ്മൾ കുറച്ച് ദൂരം കൊണ്ടുവന്നു വെച്ചാൽ കുറച്ച് എനർജി മതി. അപ്പൊ ദൂരവുമായി എനർജി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു സാധനം കൂടുതൽ ദൂരത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ കൂടുതൽ എനർജി വേണം, കുറച്ച് ദൂരത്തേക്ക്. ഇനി ഒരാള് 10 ചാക്ക് വെച്ചിട്ട് ഒരു തള്ളുവണ്ടി ഒരു 5 കിലോമീറ്റർ കൊണ്ടുപോവാണ്, അതിന് കുറച്ച് എനർജി വേണമല്ലോ. വേറൊരാള് 20 ചാക്ക് വെച്ചിട്ടാണ് അത്രയും ദൂരം തന്നെ കൊണ്ടുപോകണത്. രണ്ടുമിനും ഒരു എനർജി മതിയോ? ദൂരം തുല്യാണ്. പക്ഷെ ആർക്ക് കൂടുതൽ എനർജി? 10 ചാക്ക് കൊണ്ടുപോകുന്ന ദൂരത്തേക്ക് 5 കിലോമീറ്ററിലേക്ക്, 20 ചാക്ക് കൊണ്ടുപോകും 5 കിലോമീറ്ററിലേക്ക്. രണ്ടും എനിക്ക് ഒരേ എനർജി മതിയോ? ഇല്ല. ഫോഴ്സ് കൂടുന്തോറും അല്ലേ, മാസ് കൂടുന്തോറും കൂടുതൽ ഫോഴ്സ് വേണം. കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം കൊണ്ടുപോകണമെങ്കിൽ അല്ലേ. അപ്പൊ കൂടുതൽ ഫോഴ്സ് വേണ്ടി വരുന്നതോറും കൂടുതൽ എനർജി വേണം. കൂടുതൽ ദൂരത്തേക്ക് കൊണ്ടുപോകുന്നതോറും വേണം. അപ്പൊ ഫോഴ്സ് എന്നുള്ള എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അതായത് കൂടുതൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ എനർജി. മനസ്സിലായ? കുറച്ച് ദൂരത്തേക്ക് കുറച്ച് എനർജി. അപ്പോൾ എപ്പോഴൊക്കെ എനർജി കൂടുതൽ ആവശ്യം വരും? കൂടുതൽ ഫോഴ്സ് വേണമെങ്കിൽ കൂടുതൽ എനർജി വേണം, കൂടുതൽ ദൂരത്തേക്ക് പോകണമെങ്കിൽ കൂടുതൽ എനർജി വേണം, കൂടുതൽ ദൂരത്തേക്ക് വേണമെങ്കിൽ കൂടുതൽ എനർജി. അപ്പൊ 2 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ദൂരം അതായത് ഡിസ്പ്ലേസ്മെന്റിനെ ആശ്രയിച്ചിരിക്കുന്നു, ഫോഴ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഫോഴ്സും ദൂരം അറിഞ്ഞ് നമുക്ക് എനർജി കണക്കാക്കാം അല്ലേ. അപ്പൊ നമ്മളൊരു കാര്യം വെച്ചെന്തെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഒരു യൂണിറ്റ് ഫോഴ്സ് ഒരു യൂണിറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ? ന്യൂട്ടനൊക്കെ. ഒരു യൂണിറ്റ് ഫോഴ്സ് ഒരു യൂണിറ്റ് ദൂരത്തേക്ക് കൊണ്ടുപോകാൻ, അതായത് ഒരു മീറ്റർ ഒക്കെ ഒരു യൂണിറ്റ് അല്ലേ, യൂണിറ്റ് ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇപ്പോ ഒരു ജൂള് അങ്ങനെയൊക്കെയാണ് എനർജിയുടെ യൂണിറ്റ്, അല്ലെങ്കിൽ ജൂള് വാട്ടൊക്കെ എനർജിയുടെ യൂണിറ്റ് എന്തായിക്കോട്ടെ. അതുകൊണ്ട് ഇപ്പൊ അത് കണക്കാക്കണ്ട. ഇപ്പൊ ഒരു യൂണിറ്റ് ഫോഴ്സ് ഉപയോഗിച്ച് ഒരു യൂണിറ്റ് ഡിസ്റ്റൻസിലേക്ക് എത്തിക്കുന്ന എനർജി, കുറച്ച് എനർജി വേണമല്ലോ. ആ എനർജീനെ ഒരു യൂണിറ്റ് എനർജി എന്ന് വെക്കാൻ. മനസ്സിലായ? ഒരു യൂണിറ്റ് എനർജി. അപ്പൊ ഒരു യൂണിറ്റ് എനർജി എന്താ? ഒരു യൂണിറ്റ് ദൂരത്തേക്ക് കൊണ്ടുപോകാനുള്ള എനർജീനെ ഒരു യൂണിറ്റ് എനർജി. അപ്പൊ എഫ് ഫോഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റിന്റെ എഫ് വേണ്ടേ? എഫ് വേണം. അത് എസ് ദൂരത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ എസ് ഇരട്ടി വേണ്ടേ? വേണ്ടേ? അപ്പൊ എനർജീനെ നമ്മള് VW എന്ന് പറയാ. W ആണ്, അല്ലെങ്കിൽ W ആണെങ്കിൽ 1 യൂണിറ്റ് എനർജി. അത് എഫ് ഫോഴ്സ് ഒരു ഫോഴ്സ് അല്ല. ഇപ്പൊ നമുക്ക് 10 യൂണിറ്റ് ഫോഴ്സ് ആണെങ്കിൽ ഇതിന്റെ എത്ര ഇരട്ടി? 10 ഇരട്ടി വേണ്ടേ? അത് 10 ഇരട്ടി, 10 അല്ല 20 ഇരട്ടി ദൂരത്തേക്ക് പോകണം വെച്ചാൽ 20 ഇരട്ടി എനർജി വേണ്ടേ? അപ്പൊ ഇത് എസ് 20 അല്ലേ, 20 മീറ്ററിലേക്ക് പോകണം വെച്ചാൽ 20. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഇതിനെ? 10 ഫോഴ്സ് ഇത്. അപ്പൊ ഫോഴ്സ് ഇത് എന്താ തരം? അപ്പൊ എഫ് ഫോഴ്സ് ആണെങ്കിൽ 1 യൂണിറ്റ് എനർജി ഇൻറ്റു എഫ് ഫോഴ്സ് ആകും. എസ് ദൂരത്തേക്കാണെങ്കിൽ എസ് ദൂരത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ എസ് ഇരട്ടി വേണ്ടേ? അപ്പൊ എങ്ങനെ എഫ് 1 കൊണ്ട് പെരുക്കണേൽ അർത്ഥം അതന്നെ, എഫിന്റെ എസ് തന്നെയല്ലേ കിട്ടുക? 1 കൊണ്ട് ഇതിനെ പെരുക്കിയ 1 എഫ് തന്നെ, എഫിന്റെ എസ് FS. അപ്പൊ എന്താണ് എനർജി കണ്ടുപിടിക്കാൻ? ഫോഴ്സും എസും ഗുണിച്ച് എന്ത് കിട്ടും? കാരണം എഫ് എനർജി എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ FS എനർജി ഉണ്ടാവും. അപ്പൊ എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എനർജി എന്ന് വെച്ചാല് എനർജി എന്ന് വെച്ചാൽ പണിക്കനുസരിച്ച് എനർജി. അപ്പൊ ഇതിന് വർക്ക് ഡൺ എന്നും പറയും. പണി അനുസരിച്ചല്ലേ എനർജി വരിക. പണി കൂടിയ എനർജി കൂടും.
അപ്പൊ വർക്ക് ഡൺ എന്നും പറയും, ഇ എന്നും പറയും. അപ്പൊ ഈ കണ്ടുപിടിക്കാൻ ഈക്വൽ വർക്ക് ഡൺ ആണ്. കാരണം എന്താ, പണിക്കനുസരിച്ച് എനർജി വരിക. വർക്ക് ഡൺ ആണ് പണി എന്ന് പറയുക. അപ്പൊ ഈ സമം പണി സമം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പൊ എനർജി അപ്പൊ വർക്ക് ഡൺ എന്ന് പറഞ്ഞ എനർജിയാണ്. അപ്പൊ എനർജി ഓർ വർക്ക് ഡൺ ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. അതായത് ഉപയോഗിച്ച ഫോഴ്സ് ഇൻറ്റു സഞ്ചരിച്ച ദൂരം ആണ്. എഫ് ഏത് എസ് അതിൻ്റെ. അപ്പൊ ഒരു കണക്കിൽ എഫ് തന്നിട്ടില്ലേ, അതിന് പകരം മാസ് ആക്സിലറേഷൻ തന്നു. അപ്പൊ എന്ത് കണ്ടുപിടിക്കാം, എഫ് കണ്ടുപിടിക്കാം. എം എ കണ്ടുപിടിച്ചാൽ മതി. എഫ് കിട്ടിയില്ലേ. പിന്നെ അതില് യു തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്. അപ്പൊ യു ടി പ്ലസ് ഹാഫ് എഡ്സ് കൊണ്ട് എസ് കണ്ടുപിടിച്ചൂടെ. ചിലപ്പോ എസ് നേരിട്ട് തരില്ലേന്ന്. അപ്പൊ എസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉപയോഗിച്ച് എസ് കണ്ടുപിടിക്കണം. ഈ എഫ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വെച്ച് എഫ് കണ്ടുപിടിക്കും. നേരിട്ട് തരാൻ വെച്ചാൽ അപ്ലൈ ചെയ്യാം. മനസ്സിലായി? അപ്പൊ അതൊക്കെ പടിപടിയായിട്ട് നമ്മൾ പഠിച്ചു വരണം. അല്ലെങ്കിൽ ഒന്നും കിട്ടില്ലേ. നമ്മൾക്ക് ഇവിടേക്ക് ആദ്യം എടുത്താൽ കിട്ടില്ലേ. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു, കുറെ കാര്യങ്ങൾ പഠിച്ചു. ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചു, വെലോസിറ്റി പഠിച്ചു, ആക്സിലറേഷൻ പഠിച്ചു, ഫൈനൽ വെലോസിറ്റി ഇങ്ങനെ കണ്ടുപിടിക്കുന്നു പഠിച്ചു. അതുപോലെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചു. അതുപയോഗിച്ച് ഡിസ്റ്റൻസ് അഥവാ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്ന പഠിച്ചു. മാസ് ആക്സിലറേഷൻ ഉപയോഗിച്ച് ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് ഉപയോഗിച്ചു. ഫോഴ്സും ഡിസ്റ്റൻസും ഉപയോഗിച്ചുകൊണ്ട് എനർജി കണ്ടുപിടിക്കുന്നത് പഠിച്ചു. അപ്പോൾ എനർജി ഓർ വർക്ക് ഡൺ ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. ഈ ഫോർമുല എങ്ങനെ ഉണ്ടായെന്നും നമ്മൾ കണ്ടുപിടിച്ചു. ഒരു കണക്കും ചെയ്തു. അപ്പോൾ എന്താണ് വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. എന്താണ് എനർജി എടുക്കുകയാണെങ്കിൽ കണക്കാക്കുക, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. എനർജി ഈക്വൽ ടു വർക്ക് ഡൺ. കാരണം എന്താ, മനസ്സിലായല്ലോ? ഓൾ ക്ലിയർ? അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഫിസിക്സ് മുന്നോട്ട് പോകുന്നത്. പടിപടിയായി പോയാൽ വെരി സിമ്പിളാണ്, കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പഠിച്ചു പോകാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയം പഠിക്കാം. അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.